ഹലോ ഗൈസ്, നമുക്ക് കേരള സ്റ്റൈൽ കുറച്ച് പുട്ടുണ്ടാക്കിയല്ലോ. അതിനെ കുറച്ച് അരിപ്പൊടി എടുക്കുക. വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ. വെള്ളവും ഉപ്പും ചേർത്ത് നന്നായി കുഴച്ചെടുക്കാം. നമുക്ക് കട്ടയാവാൻ പാടില്ല കേട്ടോ, എന്നാൽ പുട്ട് ശരിയാകത്തില്ല. ഇനി നമുക്ക് അതിൽ വേണ്ടത് കുറച്ച് തേങ്ങയാണ്. നമുക്കൊരു തേങ്ങ എടുത്ത് കുറച്ച് തിരികെ എടുക്കാം. ഇത് നമ്മൾ പുട്ടിന് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ദെൻ നമുക്ക് നമ്മുടെ സ്റ്റൗ ഒന്ന് ഓൺ ചെയ്യാം. അതിൽ പുട്ടുണ്ടാക്കുന്ന പാത്രം വയ്ക്കാം. അതിനുശേഷം നമുക്ക് പുട്ടിൻ്റെ ആ കുറ്റിയെടുത്ത് അതിൽ കുറച്ച് തേങ്ങ ആഡ് ചെയ്യാം. അതിനുശേഷം അതിൽ മാവ് നമുക്ക് നനച്ച് വെച്ച മാവ് ഫില്ല് ചെയ്യാം. ഇടയ്ക്ക് നമുക്ക് തേങ്ങാപ്പീര ഇടാം കേട്ടോ, ടേസ്റ്റിനനുസരിച്ച്. അത് കൂടുതൽ വിടാം, കുറച്ച് വിടാം. നമ്മൾ കുറച്ച് ഇട്ടിട്ടുള്ളൂ. എന്തായാലും ഇനി നമുക്കതിനെ അടുപ്പിന്മേൽ വയ്ക്കാം. എന്തായാലും അതിൽ ഫിക്സ് ചെയ്യുക. then നമുക്ക് അതിൻ്റെ അടപ്പ് വയ്ക്കാം കേട്ടോ. അമ്മ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. പക്ഷെ ഫൈനലി സെറ്റ് യെസ്, സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം. അപ്പോഴത്തേക്ക് പുട്ടിന്മേൽ ആവി വരാൻ തുടങ്ങും. ഏകദേശം വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിനെ നമ്മുടെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റാവുന്നതാണ്. ഇനി ഞാൻ തള്ളി നീക്കുന്നുണ്ട് പുട്ട്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ കൂടെ പഴമോ കറിയോ എന്താണെന്ന് വെച്ചാൽ യൂസ് ചെയ്യാം. എനിക്ക് പഴമാണ് കേട്ടോ ഇഷ്ടം. നിങ്ങൾക്കോ?